Hello student, I am Vasya. This is our sociology faculty. So, ഇന്ന് നമ്മൾ എന്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ഇട്ടിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോയുടെ എന്താണ് പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ 3 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള കുറച്ചുകൂടി ക്വസ്റ്റ്യൻസിനെ പറ്റി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ ദ ബുദ്ധിസം. ബുദ്ധമതത്തെ കുറിച്ചാണ് ചോദിച്ചിട്ട്. എന്താണ് ബുദ്ധമതം എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു മതമാണ് ബുദ്ധമതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അന്ന് നിന്നിട്ടുള്ള ചില സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു മതമാണ് ബുദ്ധമതം എന്നും ഗൗതമ ബുദ്ധൻ അഥവാ സിദ്ധാർത്ഥനായിരുന്നു ബുദ്ധമതത്തിന്റെ സ്ഥാപകൻ. 563 നേപ്പാളിലെ ലുംബിനിയിലെ ഒരു ശാക്യ കുടുംബത്തിലാണ് ആര് ജനിച്ചിട്ടുള്ളത്? ബുദ്ധൻ ജനിച്ചിട്ടുള്ളത്. ബുദ്ധമതത്തിൽ പ്രധാനമായും ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അതായത് ബുദ്ധമതത്തിലെ ആളുകൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ്. ഏതൊക്കെയാണ് അവ? ബുദ്ധ, ധർമ്മം, സംഘം എന്നിവയാണ് പ്രധാനപ്പെട്ട ആ ഒരു ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ബുദ്ധമതം രണ്ടായി എന്ത് ചെയ്തിട്ടുണ്ട്? പിളർന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? മഹായാനിസം, ഹീനയാനിസം. ബുദ്ധമതം ഇത്രത്തോളം ഉയർന്നിരുന്നു ഈ ഒരു ശ്രീ ബുദ്ധമതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥാപിച്ച സമയത്ത്. പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം ബുദ്ധമതം എന്തിലേക്ക് ഇടയാക്കി? അതൊരു അധപതനത്തിൽ ഇടയാക്കുകയും ഈ ഒരു ബുദ്ധമതത്തിന് ഇങ്ങനെ രണ്ടായി ഇന്ത്യയിൽ പിളർന്നതും ബുദ്ധമതത്തിന്റെ അധപതനത്തിലേക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബ്രാഹ്മണ മതത്തിലുള്ള ചില ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ബുദ്ധമതത്തിലേക്ക് കടന്നു കയറിയതിന്റെ ഒക്കെ ഫലമായി അത് പിന്നീട് ബുദ്ധമതം എന്ത് ചെയ്യുക? അധപതനത്തിലേക്ക് ഇടയാകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ബുദ്ധമതത്തെ കുറിച്ച് ചോദിച്ചാൽ എന്താണ് ബുദ്ധമതം എന്ന് എഴുതുക. അതേപോലെ ബുദ്ധമതത്തിന്റെ അധപതനൊക്കെ ചോദിച്ചാണെങ്കിൽ ഈ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തി എന്ത് ചെയ്യുക? നമ്മൾ ആ ഒരു രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ രീതിയിൽ എഴുതിക്കാൻ ഈ ഒരു 3 മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ഈസി ആയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കുക. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഡിഫൈൻ ബൈ സൊസൈറ്റി. എന്താണ് സമൂഹം? സമൂഹത്തെ കുറിച്ചാണ് ചോദിച്ചത്. എന്താണ് സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണ് എന്ത്? സമൂഹം എന്ന് പറഞ്ഞാൽ. അപ്പൊ സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണ് സമൂഹം. അതുപോലെ തന്നെ സമൂഹത്തിൽ ഐക്യവും വൈവിധ്യവും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഒരു സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഐക്യവും അതുപോലെ തന്നെ വൈവിധ്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്? അംഗങ്ങൾക്കിടെ പരസ്പര ആശ്രയത്വവും സഹകരണം ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കും. സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പരം അതിലുള്ള ഓരോ അംഗങ്ങൾക്കിടയിൽ എന്ത്? ആശ്രയത്വം വേണം, അതുപോലെ തന്നെ സഹകരണം വേണം. അതുപോലെ തന്നെ എന്താണ്? ഈ ഒരു സമൂഹം എന്ന് പറയുന്നത് എന്താ? പലതരത്തിലുള്ള മതവിശ്വാസികൾ ഉണ്ടായത് കൊണ്ട് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ പാലിക്കുന്ന നിരവധി ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇവയെല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണ് സമൂഹം എന്നും. അതുപോലെ തന്നെ സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെങ്കിൽ സമൂഹത്തിൽ നിയന്ത്രണം കൂടിയേ തീരും. അപ്പൊ സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം ആളുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് സമൂഹം എന്ന് ഓർക്കുക. സമൂഹത്തിൽ എന്തുണ്ട്? വൈവിധ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഐക്യമുണ്ട്, സമൂഹത്തിലുള്ള അംഗങ്ങൾക്കിടയിൽ എന്തുണ്ട്? പരസ്പര ആശ്രയത്വമുണ്ട്, സഹകരണമുണ്ട്. ഒരു സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അവിടെ നിയന്ത്രണമുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ ജീവിക്കുന്നത് കൊണ്ട് തന്നെ സമൂഹത്തിൽ പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടെന്ന് ഇതിലൂടെ നമ്മൾ ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സാമൂഹിക മാറ്റം എന്താണെന്നും സാമൂഹിക മാറ്റത്തിൽ ഇടയാക്കിയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട്. എന്താണ് സാമൂഹിക മാറ്റം? സമൂഹം എന്ന് പറയുന്നത് നമുക്കറിയാം. സമൂഹം എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടം കഴിയുന്നതും സമൂഹം മാറിക്കൊണ്ടേയിരിക്കുക. ദിനപ്രതി സമൂഹം എന്ത് ചെയ്യാൻ? മാറിക്കൊണ്ടേയിരിക്കുക. സമൂഹത്തിന്റെ ഘടനയിലും പ്രവർത്തനത്തിലും ഉണ്ടാവുന്ന മാറ്റമാണ് എന്ത്? സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത്. സാമൂഹ്യ മാറ്റം സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും എന്ത് ചെയ്തിരിക്കുന്നു? ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ മാറ്റം എല്ലായിടത്തും കാണപ്പെടുന്ന ഒന്നാണ്, ഒരു പ്രതിഭാസമാണ്. എല്ലായിടത്തും ഒരേ സമയത്ത് സാമൂഹ്യ മാറ്റം സംഭവിച്ചില്ലെങ്കിൽ പോലും സമൂഹത്തിൽ എന്തുണ്ട്? സാമൂഹ്യ മാറ്റം. സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റങ്ങൾക്ക് വിധേയമാണ്, എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സാമൂഹ്യ മാറ്റത്തിലേക്ക് ഇടയാക്കിയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ സാമൂഹ്യ മാറ്റത്തിലേക്ക് ഇടയാക്കിയിട്ടുള്ള ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ് നോക്കാം. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഫാക്ടേഴ്സ് ആണ് ജൈവിക ഘടകങ്ങൾ, അതായത് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള, അതായത് ഈ ഒരു മനുഷ്യരും അതേപോലെ തന്നെ ഈ സസ്യജാലങ്ങള്, മൃഗങ്ങൾ തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിൽ ഓരോ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം എന്തിലേക്ക് ഇടയാക്കുന്നു? സാമൂഹ്യ മാറ്റത്തിലേക്ക് ഇടയാക്കുന്നുണ്ട്. ദിനം പ്രതി ഈ ഒരു വ്യവസ്ഥയിൽ ഈ ഇത്തരത്തിൽ ഓരോ മനുഷ്യന്മാരും സസ്യങ്ങളും മൃഗങ്ങൾ തുടങ്ങിയിട്ടുള്ള ഓരോ അവസ്ഥയിൽ എന്തുണ്ടാവുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓരോ ആവാസ ജീവികളിൽ
എന്തുണ്ടായിരുന്നു, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റം എന്തിലേക്ക് ഇടയാക്കുന്നുണ്ട്, സാമൂഹിക മാറ്റത്തിലേക്ക് ഇടയാക്കുന്നുണ്ട്. അടുത്തത് എന്താണ്, സാംസ്കാരിക ഘടകം, അതായത് കൾച്ചറൽ ഫാക്ടേഴ്സ്. സംസ്കാരത്തിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള മാറ്റങ്ങൾ, അതായത് കാലക്രമേണ സംസ്കാരത്തിന്റെ വിശ്വാസത്തിലായാലും ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളും എന്തുണ്ടായിരിക്കും, മാറ്റങ്ങൾ സംഭവിക്കും. അപ്പൊ ഈ ഒരു മാറ്റങ്ങളും എന്തിലേക്ക് ഇടയാക്കുന്നുണ്ട്, സമൂഹത്തിന്റെ മാറ്റത്തിലേക്ക് ഇടയാക്കുന്നു. അടുത്തത് എന്താണ്, സാങ്കേതിക ഘടകം, അതായത് ടെക്നോളജി ആസ് എ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ടെക്നോളജി, ഈ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള വലിയൊരു ഇന്നവേഷൻസ് എന്തിലേക്ക് ഇടയാക്കുന്നുണ്ട്, സാമൂഹിക മാറ്റത്തിലേക്ക് ഇടയാക്കുന്നു. അടുത്തത് എന്താണ്, ഭൂമിശാസ്ത്രപരമായ ഭൗതിക ഘടകങ്ങൾ, അതായത് ജിയോഗ്രഫിക്കൽ ഓർ ഫിസിക്കൽ ഫാക്ടേഴ്സ്. നമ്മുടെ ഭൂമിശാസ്ത്രപരം, നമ്മുടെ ഭൂമിയിൽ ഈ ഒരു എൻവിയോൺമെന്റിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ നമുക്ക് ഇതിനൊരു ഉദാഹരണമായിട്ട് പറയാം. പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്തിലേക്ക് ഇടയാക്കുന്നു, സാമൂഹ്യ മാറ്റത്തിലേക്ക് ഇടയാക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഫ്ലഡ് ഒക്കെ ഉണ്ടായ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സമൂഹത്തിന്റെ ഘടനയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ അന്ന് വിധേയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ എന്തിലേക്ക് ഇടയാക്കുന്നുണ്ട്, സമൂഹത്തിന്റെ മാറ്റങ്ങളിലേക്ക് ഇടയാക്കുന്നു. അടുത്തത് എന്താണ്, രാഷ്ട്രീയ ഘടകങ്ങൾ. രാഷ്ട്രീയ ഘടകങ്ങൾ എന്തിലേക്ക് ഇടയാക്കുന്നുണ്ട്, ഈ ഒരു സാമൂഹ്യ മാറ്റത്തിലേക്ക് ഇടയാക്കുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ പലതരത്തിലുള്ള രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയിൽ രാഷ്ട്രീയപരമായി പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇവയെല്ലാം എന്തിലേക്കാണ് ഇടയാക്കിയിട്ടുള്ളത്, സാമൂഹിക മാറ്റത്തിലേക്കാണ് ഇടയാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് സാമൂഹ്യ മാറ്റത്തെക്കുറിച്ചും സാമൂഹ്യ മാറ്റത്തിലേക്ക് നയിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ചേഞ്ചസ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി ഇൻ കണ്ടംപററി ഇന്ത്യ. അതായത് ഫാമിലിയിൽ ഉണ്ടാവുന്ന മാറ്റം, അതായത് ഇന്നത്തെ സൊസൈറ്റിയിൽ, ഈ ഒരു സമകാലിക സമൂഹത്തിൽ ഫാമിലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, ഈ നഗരവൽക്കരണത്തിന്റെയും വ്യവസായവൽക്കരണത്തിന്റെ ഒക്കെ ഫലമായി ഫാമിലി അത് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഘടനയിൽ എന്ത് ഒരുപാട് മാറ്റങ്ങൾ അതിലേക്ക് എന്ത് ചെയ്ത് വിധേയമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിന്റെ വലിപ്പത്തിൽ, അതായത് സൈസിൽ മാറ്റം ഉണ്ടായി. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബ വ്യവസ്ഥയിലേക്ക് എന്ത് ചെയ്തു, മാറി. അതുപോലെ തന്നെ പഴയകാല കുടുംബങ്ങളിൽ നിർവഹിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോഴത്തെ സൊസൈറ്റി ഏജൻസികളാണ് അതൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. അതായത് കുടുംബങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഏജൻസികൾ, പുറത്തുനിന്നുള്ള ആളുകൾ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ. അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ എന്തിലേക്ക് ഇടയാക്കിയിട്ടുണ്ട്, ഈ ഒരു കുടുംബത്തിന്റെ മാറ്റത്തിലേക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബങ്ങളിൽ സ്ഥിരത, കുടുംബത്തിന്റെ ഒരു സ്ഥിരത എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. വിവാഹമോചനം, മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഉയർത്തിരുന്ന് വരാൻ തുടങ്ങി. അപ്പൊ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും കുടുംബത്തിൽ, ഈ ഒരു ആധുനിക സമൂഹത്തിൽ കുടുംബത്തിന്റെ സ്ട്രക്ചറിൽ എന്ത് ചെയ്തു, പലതരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കുടുംബത്തിൽ എന്ത് ചെയ്തു, കുടുംബത്തിന്റെ ഘടനയിൽ തന്നെ പലതരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി. വ്യവസായവൽക്കരണത്തിന്റെ ഒക്കെ ഫലമായി കുടുംബം, അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ആളെ നമ്മളെ തന്നെ തെരഞ്ഞെടുക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ ആയി മാറി. ആദ്യ കാലങ്ങളിൽ കുടുംബക്കാര് അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്നവരൊക്കെയാണ് തീരുമാനിച്ചിരുന്നത് വിവാഹം കഴിക്കേണ്ടതും ആരൊക്കെ തമ്മിൽ വിവാഹം കഴിക്കണം എന്നുള്ളതും. അപ്പൊ ഇന്നത്തെ സൊസൈറ്റി ആ ഒരു വ്യവസ്ഥയിലൊക്കെ മാറ്റം, ആരൊക്കെയാണ് വിവാഹം കഴിക്കേണ്ടത് അവർ പരസ്പരം എന്ത് ചെയ്യാൻ തുടങ്ങി, അവർക്ക് ഇഷ്ടപ്പെട്ട പങ്കാളിയെ തെരഞ്ഞെടുക്കാൻ തുടങ്ങി. ഡിവോഴ്സുകളൊക്കെ വർദ്ധിക്കാൻ തുടങ്ങി. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ കുടുംബത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. അത് കുട്ടികളെ എഫക്ട് ചെയ്യാൻ തുടങ്ങി, കുട്ടിയെ ഭാവിയെ അതൊക്കെ എഫക്ട് ചെയ്യാൻ തുടങ്ങി. ഇതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബത്തിന്റെ ഘടനയിൽ എന്ത് ചെയ്യുന്നു, ഇന്നത്തെ സമൂഹത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്, മാറ്റത്തിലേക്ക് ഇടയാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ സൊസൈറ്റി, അതായത് ഈ ആധുനിക സമൂഹത്തിൽ കുടുംബത്തിന്റെ ഘടനയിൽ എന്ത് ചെയ്യുന്നു, ഒരുപാട് മാറ്റങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വിധേയമായിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഡിസ്ക്രൈബ് ദ വേരിയസ് കിങ്ഷിപ്പ് യൂസേജ് ഓർ ബിഹേവിയർ. ഈ കിങ്ഷിപ്പ് എന്താണ്, കിങ്ഷിപ്പിന്റെ വ്യത്യസ്ത തരത്തിലെ യൂസേജ് അല്ലെങ്കിൽ ബിഹേവിയർ എന്താണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കിങ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ, കിങ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇതിനെ പറ്റി ഒരുപാട് കഴിഞ്ഞ വീഡിയോസിലോ അല്ലെങ്കിൽ കഴിഞ്ഞ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താ കിങ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി നിരവധി വ്യക്തികളുമായി പലതരത്തിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് എന്തെന്നറിയപ്പെടുന്നു, കിങ്ഷിപ്പ് എന്നറിയപ്പെടുന്നു. ബന്ധം ഉണ്ടാവുന്ന എങ്ങനെയൊക്കെയാണ്, രക്തബന്ധം വഴിയും വിവാഹബന്ധം വഴിയുമായിട്ടാണ്. അതുപോലെ തന്നെ സമൂഹത്തിന്റെ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു സിസ്റ്റമാണ് എന്ത്, ഈ ഒരു കിങ്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സമൂഹത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് എന്ത്, കിങ്ഷിപ്പ് എന്ന് നമുക്കറിയാം. അപ്പൊ കിങ്ഷിപ്പിന്റെ യൂസേജ് അല്ലെങ്കിൽ അതിന്റെ ബിഹേവിയേഴ്സിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ അവോയ്ഡൻസ് പറഞ്ഞു. അവോയ്ഡൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ചില സമൂഹങ്ങൾ, ചില ഗോത്രവർഗക്കാർക്കിടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മര്യാദ കൽപ്പിച്ചിട്ടുണ്ട്. അതായത് ചില ബന്ധങ്ങൾക്കിടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു
റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഒരു നിയന്ത്രണം പാലിച്ചിട്ടുണ്ട്. അതായത് ഉദാഹരണത്തിന് ഇപ്പോ അമ്മ മരുമകനോട് എന്താ ഇന്ററാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അച്ഛൻ മരുമകളോട് ഇന്ററാക്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള ആ ഒരു ബന്ധത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവര് നിയന്ത്രിച്ചിട്ടുണ്ട്. അത് അവരുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള അവരുടെ ആ ഒരു ഇതിന്റെ ഒക്കെ ഫലമായിട്ടായിരിക്കും. ചിലപ്പോൾ ആ ഒരു സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗോത്ര വിഭാഗം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ഒക്കെ വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഒക്കെ ചില ഗോത്രവർഗ്ഗക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, പാലിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഒരു അവോയ്ഡൻസോട് ഉദ്ദേശിക്കുന്ന ചില ബന്ധങ്ങൾ എന്ത് ചെയ്ത് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അവർക്കിടയിലെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആ ഒരു ബന്ധത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ചില ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അടുത്തതാണ് എന്ത്, ജോക്കിൻ റിലേഷൻഷിപ്പ്. ജോക്കിൻ റിലേഷൻഷിപ്പ് അവോയ്ഡൻസിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ചില ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതായത് എന്താണ്, ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ സഹോദരിയുമായിട്ടുണ്ടാവുന്ന ആ ഒരു റിലേഷൻഷിപ്പ്, ഭർത്താവ് ഭാര്യയുടെ സഹോദരിയുമായിട്ടുണ്ടാവുന്ന അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിനൊക്കെ സൊസൈറ്റി എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അതൊക്കെ ഒരു എന്താണ്, ഒരു കളിയാക്കൽ ബന്ധം പോലെ സൊസൈറ്റിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ബന്ധത്തെയാണ് എന്ത്, ജോക്കിൻ റിലേഷൻഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തതാണ് എന്ത്, ടെക്നോണമി. ടെക്നോണമി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു വ്യക്തിയെ നേരിട്ട് പരാമർശിക്കാതെ വേറെ ഏതെങ്കിലും പേരിലൂടെ എന്ത് ചെയ്യുക, പരാമർശിക്കുന്നതിനാണ് ടെക്നോണമി. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റും. ഇപ്പോ ഭാര്യ ഭർത്താവിന് എന്ത്, കുട്ടികളുടെ അച്ഛൻ, ആ ഒരു രീതിയിലൊക്കെ വിളിക്കുന്ന എന്താണ്, നേരിട്ട് പരാമർശിക്കാതെ മറ്റൊരു പേരുമായി സാമ്യത്തിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ വിളിക്കുന്ന അത്തരത്തിലുള്ള ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ടെക്നോണമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തതാണ് അബങ്കുലേറ്റ്. അബങ്കുലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭർത്താവ് നിൽക്കെ, അല്ലെങ്കിൽ ഭർത്താവ് നിൽക്കെ ഭാര്യയുടെ അനിയന് അല്ലെങ്കിൽ ചേട്ടൻ അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരനായിരിക്കും ആ ഒരു ഫാമിലിയിൽ പ്രാധാന്യം ഉണ്ടാകുക. അവരുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരായിരിക്കും, അമ്മാവനായിരിക്കും. അപ്പൊ അമ്മാവന് മുൻതൂക്കം കൊടുക്കുന്ന ആ അത്തരത്തിലുള്ള ആ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ഫാമിലിനെയൊക്കെയാണ് എന്തെന്നറിയപ്പെടുന്നത്, അബങ്കുലേറ്റ് എന്ന് പറയപ്പെടുന്നത്. അമിറ്ററ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്, അമ്മായിക്ക് പ്രാധാന്യം, അമ്മായി ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. കുട്ടികളുടെ കാര്യമായാലും ആ ഒരു ഫാമിലിയിലെ എല്ലാ കാര്യം ഡിസൈഡ് ചെയ്യുന്ന ആരായിരിക്കും, അമ്മായി ആയിരിക്കും. അപ്പൊ അമ്മായിക്ക് പ്രാധാന്യം കൊടുക്കുന്ന അത്തരത്തിലുള്ള ഒരു ഫാമിലി സിസ്റ്റത്തെ എന്തെന്ന് പറയപ്പെടുന്നു, അമിറ്ററ്റ് എന്ന് പറയപ്പെടുന്നു. ദെൻ അടുത്തതാണ് കോവാർഡ്. കോവാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ചില ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ കാണപ്പെടുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു കോവാർഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഭാര്യക്ക് ചിലപ്പോൾ ഭാര്യ ഈ ഒരു ഗർഭിണി ആ ഒരു ടൈമിൽ ഭർത്താവ് എന്ത് ചെയ്യുക, ഭാര്യ കാര്യങ്ങൾ നോക്കുക, ഭാര്യ ശുശ്രൂഷിക്കുക, ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും നോക്കുക, ഭാര്യ എന്ത് ചെയ്യുക, ഭാര്യയെ കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ നോക്കുക. ഇപ്പൊ ഭർത്താവ് ജോലിക്കൊന്നും പോവാതെ ഭാര്യയുടെ കൂടെ തന്നെ ആ ഒരു പ്രസവകാലം മുഴുവൻ ഭാര്യയെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അത്തരത്തിൽ ആ ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു അവങ്കുലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കിങ്ഷിപ്പിന്റെ ഡിഫറെന്റ് തരത്തിലുള്ള യൂസേജുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണത്, അവോയ്ഡൻസ്, ജോക്കിൻ റിലേഷൻഷിപ്പ്, ടെക്നോണമി, അതുപോലെ തന്നെ അവങ്കുലേറ്റ്, അമിറ്ററ്റ് ആൻഡ് കോവാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇതിലൂടെ പറയുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ വെൽത്ത്. എന്താണ് വെൽത്ത് എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ ഒരു വെൽത്ത് അല്ലെങ്കിൽ സമ്പത്ത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, സാമൂഹിക ശ്രേണി എന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സമ്പത്ത്. അപ്പൊ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ എന്തുണ്ട്, ശ്രേണീകരണം ഉണ്ട് എന്നാണ് ഇതിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഭൗതികമായിട്ട് ആസ്തികള്, സ്ഥലം, കെട്ടിടങ്ങള്, സ്വർണം, പണം തുടങ്ങിയവയെല്ലാം, അതേപോലെ തന്നെ വാഹനങ്ങൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലൊക്കെ സൊസൈറ്റിയിൽ എന്തുണ്ട്, പലതരത്തിലുള്ള ശ്രേണീകരണമുണ്ട്. ഈ ഒരു സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ആര്, കാൾമെക്സ് എന്ന് പറയുന്നത്. കാൾമെക്സ് പറഞ്ഞിട്ടുണ്ട് സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയിൽ എന്തുണ്ട്, രണ്ട് തരത്തിലുള്ള വിഭാഗം ആളുകളുണ്ട്. ആരൊക്കെയാണ്, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്. നമുക്ക് അറിയാവുന്നതാണ് ആ ഒരു കാര്യങ്ങളൊക്കെ. അപ്പൊ സമ്പത്ത് എന്തിലേക്ക് ഇടയാക്കിയിട്ടുണ്ട്, സാമൂഹ്യ ശ്രേണീകരണത്തിലേക്ക് ഇടയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അപ്പൊ വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, സാമൂഹ്യ ശ്രേണീകരണത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്രോതസ് അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ഈ ഒരു സമ്പത്ത് അഥവാ വെൽത്ത് നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഹൂ ഈസ്
ട്രൈബ്സ്. ആരാണ് ട്രൈബ്? ആരാണ് ഈ ഗോത്രവർഗക്കാർ എന്ന് പറയുന്നത്? ഒരു പ്രത്യേക പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരു വിഭാഗം ആളുകളെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഗോത്രവർഗക്കാർ എന്ന് അറിയപ്പെടുന്നത്. അതായത് അവരൊരു പ്രത്യേക പ്രദേശങ്ങളിലായിരിക്കും മറ്റു ജനങ്ങളിൽ നിന്ന് വേറിട്ട് ഒരു പ്രത്യേക പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരു വിഭാഗം ആളുകളായിരിക്കും ആര്? ഈ ഒരു ഗോത്രവർഗക്കാർ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് മലയോര പ്രദേശങ്ങളിൽ കാടുകളിലായിരിക്കും ആര്? ഈ കൂടുതലായിട്ടും ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നുണ്ടാകുക. ഇവർക്കിടയിൽ പൊതുവായ ഭാഷ, തൊഴില് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് ഇവർ പൊതുവായ രീതി, അതായത് അവർക്ക് മാത്രം കാണപ്പെടുന്ന അല്ലെങ്കിൽ അവർക്കിടയിൽ മാത്രം നിലനിൽക്കുന്ന ഭാഷയും തൊഴിലുകളൊക്കെ ആയിരിക്കും ഇവർക്കിടയിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ എന്താണ്, ഐക്യരൂപമുള്ള ഒരു വിഭാഗമായിരിക്കും ഇവര്. ഈ ഒരു ഗോത്രവർഗക്കാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐക്യമുള്ള ഒരു വിഭാഗമായിരിക്കും. ഇവർക്കിടയിൽ നല്ലൊരു ഐക്യമായിരിക്കും. അതുപോലെ തന്നെ സാങ്കേതികപരമായിട്ടുള്ള ഉന്നത കാര്യങ്ങളൊന്നും ഇവരെന്ത് ചെയ്തില്ല, യൂസ് ചെയ്തിട്ടുണ്ടാകുക. ഇവർ കൂടുതലായിട്ടും എവിടെയാണ് കാണപ്പെടുന്നത്? മലയോര പ്രദേശങ്ങളിലായിരിക്കും കാണപ്പെടുക. അപ്പൊ ഗോത്രവർഗക്കാർ ഇന്ത്യയിൽ ഒരുപാട് ഗോത്രവർഗക്കാരുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നുണ്ട് ഈ ഒരു ഗോത്രവർഗക്കാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഗോത്രവർഗക്കാരോട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ മലയോര പ്രദേശങ്ങളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്ന ഒരു വിഭാഗം ആളുകളാണ് ഗോത്രവർഗക്കാർ എന്നതിലൂടെ ഓർക്കുക. അതുപോലെ തന്നെ ഇവർക്കിടയിൽ ഒരു കോമണാലിറ്റി ഉണ്ടായും ഒരു ഐക്യം ഉണ്ടായിരിക്കും എന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ അർബൻ സോഷ്യൽ പ്രോബ്ലം. അർബൻ സോഷ്യൽ പ്രോബ്ലംസിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു അർബൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അർബൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഉയർന്ന ജനസാന്ദ്രത, സാമൂഹ്യ വൈവിധ്യമുള്ള ഒരു സമൂഹമാണ് എന്ത്? അർബൻ സൊസൈറ്റി. അതായത് ഒരുപാട് പോപ്പുലേഷൻസ് ഉണ്ടായിരിക്കും ഈ അർബൻ സൊസൈറ്റിയിൽ എന്ന് പറഞ്ഞാൽ. ഒരുപാട് പോപ്പുലേഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇഷ്ടംപോലെ വൈവിധ്യം നിറഞ്ഞ ഒന്നായിരിക്കും എന്ത്? ഈ ഒരു അർബൻ സൊസൈറ്റി. പ്രത്യേകിച്ച് ജോലിയിൽ, അതായത് തൊഴിൽ മേഖലയിൽ വൈവിധ്യം എവിടെ ഉണ്ടായിരിക്കും? അർബൻ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വ്യക്തിപരമല്ലാത്ത ഒരു വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധം അവിടെ ഉണ്ടായിരിക്കില്ല. അവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിട്ടും എങ്ങനെയാണ് വ്യക്തിപരമായിട്ടുള്ള ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ബന്ധം അവിടെ ഉണ്ടായിരിക്കും. ഒക്കെ ഒരു ഫോർമൽ റിലേഷൻഷിപ്പ് ആയിരിക്കും ഈ ഒരു അർബൻ സൊസൈറ്റിയിൽ ഉണ്ടാകുക. അപ്പൊ ഈ ഇത്തരത്തിലുള്ള അർബൻ സൊസൈറ്റിയിലുള്ള പ്രധാനപ്പെട്ട സോഷ്യൽ പ്രോബ്ലംസുകൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് സോഷ്യൽ പ്രോബ്ലംസ്? ഒന്ന്, ചേരികൾ. കാരണം ഇത്രത്തോളം ജനസംഖ്യ ഉണ്ടായത് കൊണ്ട് ചേരികൾ ഒരുപാട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ജനസംഖ്യയുടെ കേന്ദ്രീകരണം. ജനസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടംപോലെ ജനസംഖ്യയാണ് ഈ ഒരു അർബൻ സൊസൈറ്റിയിൽ, നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ എന്താണ്? പാർപ്പിട ദൗർലഭ്യം. ഇത്രത്തോളം ആളുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള വീടുകൾ, അതിന്റെ ആ ഒരു ഫെസിലിറ്റീസ് അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. പിന്നെന്താ അടുത്തതാണ്? ജലവിതരണം. അവിടെ എന്താണ്? ശുദ്ധജലത്തിന് നല്ല രീതിയിൽ അഭാവം ഉണ്ടായിരിക്കും. പിന്നെന്താണ്? ഗതാഗത കുരുക്കളും. എത്രത്തോളം ജനസംഖ്യ ഉണ്ടാവും, ഇത്രത്തോളം വാഹനങ്ങൾ മറ്റു കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ട്രാഫിക് പരമായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസുകൾ ഈ ഒരു അർബൻ സൊസൈറ്റിയിൽ എന്തുണ്ട്? ഉണ്ടായിരിക്കും. നമുക്കറിയാലേ അർബൻ സൊസൈറ്റിയിലൊക്കെ ട്രാഫിക് ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരുപാട് സമയം ട്രാഫിക് കുരുങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പെടാറുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക തിന്മകൾ. ഇത്രത്തോളം ചേരികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് പലതരത്തിലുള്ള സാമൂഹികപരമായിട്ടുള്ള തിന്മകൾ അവിടെ ഉണ്ടാകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതൊക്കെയാണ് അർബൻ സൊസൈറ്റിയിലെ പ്രധാന പ്രശ്നങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇസ്ലാമിക് റിലീജിയൻ. ഇസ്ലാമിക് റിലീജിയനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ ബുദ്ധമതത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമ്മൾ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇസ്ലാമിക് റിലീജിയനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 7ാം നൂറ്റാണ്ടിലാണ് ഇസ്ലാം മതം ഉയർന്നു വന്നിട്ടുള്ളത്. ഇസ്ലാം മതം ഉയർന്നു വന്നിട്ടുള്ളത് എന്നാണ് 7ാം നൂറ്റാണ്ടിൽ AD 622 എന്ത്? ഇസ്ലാം മതം ഉയർന്നു വന്നിട്ടുള്ളത്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം അല്ല അള്ളാഹുവിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുക എന്നാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? ഖുർആനാണ് ഇസ്ലാം മതത്തിന്റെ ഗ്രന്ഥം എന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായമാണ് ഈ ഒരു ഇസ്ലാം മത വിശ്വാസികൾ, എന്നാൽ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ. ഇന്ത്യയിലെ മുസ്ലിമുകളിൽ സുന്നികൾ, ഷിയകൾ എന്നിങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. അപ്പൊ ഇന്ത്യയിൽ മുസ്ലിം വിഭാഗത്തെ 2 തരത്തിലുള്ള വിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സുന്നികളും ഷിയകളും. പിന്നെ ഇസ്ലാം മതത്തിൽ പ്രധാനമായും പാലിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ എന്താണ്? അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും മുഹമ്മദ് നബിയാണ് ഇസ്ലാം മതത്തിന്റെ പ്രവാചകനും. അതുപോലെ തന്നെ ദിവസവും 5 പേരെ നിസ്കരിക്കലും, പാവങ്ങൾക്ക് എന്ത് ചെയ്യാൻ ദാനം നൽകലും, റമദാൻ മാസത്തിൽ നിരാഹാരം അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കല്, ജീവിതത്തെ ഒരു പ്രാവശ്യമെങ്കിലും മക്കയിലേക്ക് തീർത്ഥാടനം അല്ലെങ്കിൽ മക്കയിലേക്ക് പോകണം എന്നിവയൊക്കെയാണ് ഇസ്ലാം മതത്തിന്റെ പ്രധാനപ്പെട്ട 5 പില്ലേഴ്സ് അല്ലെങ്കിൽ 5 നെടുന്തൂണുകൾ എന്നറിയപ്പെടുന്നു. ഇസ്ലാം മതത്തെ കുറിച്ചുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇസ്ലാം മതം എന്താണ്? ഇസ്ലാം മതത്തിൽ
പ്രധാനമായും ചെയ്യേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലേ. അപ്പൊ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് സോഷ്യൽ ഇൻഇക്വാലിറ്റി? എന്താണ് സാമൂഹിക അസമത്വം? സാമൂഹിക അസമത്വം എന്താണ് ചോദിച്ചിട്ടുള്ളത്? സമൂഹത്തിലെ ആനുകൂല്യങ്ങൾ വ്യത്യസ്ത തരത്തിൽ വിതരണം ചെയ്യുന്നതിലൂടെയാണ് സമൂഹത്തിൽ എന്തുണ്ടാക്കുക, പലതരത്തിൽ അസമത്വം നിലനിൽക്കുക. അതായത് സമൂഹത്തിൽ ഉണ്ടാവുന്ന ഈ ഒരു റിസോഴ്സസ് അല്ലെങ്കിൽ ഈ ഒരു ആനുകൂല്യങ്ങളൊക്കെ വ്യത്യസ്ത തരത്തിൽ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട്. അതായത് കൂടുതൽ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതൽ കൊടുക്കുക, താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കുറച്ച് നൽകുക. അത്തരത്തിൽ കുറച്ച് നൽകുന്നതിലൂടെ സൊസൈറ്റിയിൽ എന്തുണ്ടാവുന്നു, സാമൂഹിക അസമത്വങ്ങൾ നിലനിൽക്കുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിൽ, വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ, ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ, അധികാരം തുടങ്ങിയവയ്ക്ക് അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ പലതരത്തിലുള്ള സാമൂഹിക അസമത്വങ്ങൾ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നു. നമുക്കറിയാലോ, ദിനം പ്രതി നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അസമത്വങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, വ്യക്തികൾക്കിടയിൽ തുല്യത ഇല്ലായ്മയാണ് സാമൂഹിക അസമത്വത്തിന്റെ പ്രധാന കാരണം. അതായത് വ്യക്തികൾക്ക് തുല്യത, സൊസൈറ്റി തുല്യത പരിഗണിക്കുന്നില്ല, തുല്യമായി എല്ലാവരും പരിഗണിക്കാതെ ഇൻഇക്വാലിറ്റിയാണ് സൊസൈറ്റിയിൽ കൊണ്ടുവരുന്നത്. സ്ത്രീ പുരുഷ ആ ഒരു രീതിയിലായാലും ഇപ്പൊ ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ, വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയിൽ പലതരത്തിലുള്ള സാമൂഹ്യ അസമത്വങ്ങൾ നിലനിൽക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള അസമത്വമാണ് ഇത്തരത്തിലുള്ള ആ ഒരു കാര്യമാണ് സൊസൈറ്റിയിലെ സാമൂഹ്യ അസമത്വത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പൊ സാമൂഹ്യ അസമത്വം എന്താന്ന് ചോദിച്ചാൽ ഇത്ര മാത്രം എഴുതുക. സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് തുല്യമല്ലാതെ വ്യത്യസ്ത തരത്തിൽ ചെയ്യുക, ഈ ഓരോ റിസോഴ്സുകളും ആനുകൂല്യങ്ങളും ഈ ഒരു ഇത്തരത്തിൽ ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നതാണ് സാമൂഹിക അസമത്വത്തിലേക്ക് ഇടയാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതാണ് സാമൂഹിക അസമത്വം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഒക്കെ സ്ഥാപിച്ച സമയത്ത് സൊസൈറ്റിയിൽ റിസർവേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആര് ശ്രമിച്ചിട്ടുള്ളത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള BR അംബേദ്കർ ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഇത്തരത്തിൽ പലതരത്തിലുള്ള സാമൂഹിക അസമത്വങ്ങൾ സൊസൈറ്റിയിലുണ്ട്. പ്രത്യേകിച്ച് ഇതൊക്കെ കൂടുതൽ ഫേസ് ചെയ്യുന്ന ആരാണ്? മാർജിനലൈസ്ഡ് ആളുകൾ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പീപ്പിൾസ്, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് സൊസൈറ്റിയിൽ കൊണ്ടുവന്നിട്ടുള്ള റിസർവേഷൻസ് കൊണ്ടുവന്നിട്ടില്ല. എന്നിരുന്നാൽ പോയി ഇപ്പോഴും പലതരത്തിലുള്ള സാമൂഹ്യ അസമത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്, നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ സാമൂഹ്യ അസമത്വങ്ങൾ എന്താന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. സമൂഹത്തിൽ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഈ ഒരു ആനുകൂല്യങ്ങളായാലും റിസോഴ്സുകളുടെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിതരണത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത് സാമൂഹ്യ അസമത്വങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള NOSന് 3 മാർക്കിന് വരാൻ ചാൻസ് കുറച്ച് ക്വസ്റ്റ്യൻസുകളെ പറ്റിയിട്ടാണ് പാർട്ട് 1ലും പാർട്ട് 2ലും നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക, നല്ല രീതിയിൽ എക്സാം കണ്ടക്ട് ചെയ്യുക, നല്ല മാർക്കോട് കൂടി എക്സാം ചെയ്യുക, നിങ്ങൾ പാസ്സാകുക. ഓൾ ദ ബെസ്റ്റ് ഓൾ NOS സ്റ്റുഡന്റ്. ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.